കനത്ത മഴയിൽ കോഴിക്കോട് മാവൂർ ചാത്തമംഗലം പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ചാലിയാറിൽ ഊർക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ഷട്ടറുകൾ പൂർണ്ണമായും തുറന്നു. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. സമീർ, ജില്ലയിലെ സാഹചര്യം എന്താണ്? നാശനഷ്ടങ്ങൾ വ്യാപകമാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? വേണു, ശക്തമായ മഴ തന്നെയാണ് കോഴിക്കോട് ജില്ലയിലും ലഭിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടുള്ള നാശനഷ്ടങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത് പ്രധാനമായും മലയോര മേഖലയിലാണ്. ഒപ്പം തന്നെ ഈ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ഇപ്പോൾ വെള്ളം കയറി തുടങ്ങി എന്നുള്ളതാണ് മറ്റൊരു ആശങ്ക സൃഷ്ടിക്കുന്ന കാര്യം. അതിൽ പ്രധാനമായും മാവൂർ പഞ്ചായത്ത്, അതുപോലെ തന്നെ ചാത്തമംഗലം പഞ്ചായത്ത് എന്നിവിടങ്ങളിലാണ്. ഈ പ്രദേശങ്ങൾ പൊതുവെ താഴ്ന്ന പ്രദേശങ്ങൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ വെള്ളം കയറുന്ന ഒരു ഘട്ടം കൂടി ഉണ്ടാകുന്നു. ഒപ്പം തന്നെ ചാലിയാറിൽ വലിയ രീതിയിലാണ് വെള്ളം എത്തുന്നത്. അതുകൊണ്ട് തന്നെ കര കവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഊർക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ എല്ലാ ഷട്ടറുകളും തുറന്നിരിക്കുന്നത്. അതിന്റെ ഭാഗമായിക്കൊണ്ട് ചാലിയാറിന്റെയും അതുപോലെ തന്നെ ഇരുവഴിഞ്ഞിപ്പുഴയുടെയൊക്കെ ഭാഗത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ മാവൂരിലെ കച്ചേരിക്കുന്ന് മേഖലയിലെ 3 വീടുകളിലേക്കാണ് വെള്ളം കയറിയിരിക്കുന്നത്. നിലവിൽ ഈ വീട്ടുകാർ അവരുടെ ബന്ധു വീടുകളിലേക്ക് മാറിയിരിക്കുകയാണ്. ജില്ലയിൽ നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടില്ല. പക്ഷേ ഈ വിധത്തിലുള്ള മഴ തുടരുകയാണ് എങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കേണ്ടി വരും എന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. മറ്റ് ഇടങ്ങളിലേക്ക് വരികയാണ് എങ്കിൽ ഇന്നലെ രാത്രി ഉണ്ടായിട്ടുള്ള ശക്തമായ കാറ്റിലും മഴയിലും മരം കടപുഴകി വീണുകൊണ്ട് രാമനാട്ടുകരയിൽ 2 യുവാക്കൾ അപകടത്തിൽപ്പെട്ടിരുന്നു. ബൈക്കിന് മുകളിലേക്കാണ് ഈ മരം കടപുഴകി വീഴുകയും 2 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. അതുപോലെ തന്നെയാണ് നാദാപുരം മേഖലയിൽ ശക്തമായിട്ടുള്ള മഴയിൽ ഒരു വീടിന് മുകളിലേക്കാണ് മരം കടപുഴകി വീണത്. എന്തായാലും ആളപായം ഉണ്ടായില്ല എന്നുള്ളത് ആശ്വാസം ആണ്. ഓടിട്ട വീടാണ്. ആ വീടിന്റെ ഏറെക്കുറെ മുഴുവൻ ഭാഗവും തകർന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുപോലെ തന്നെയാണ് മറ്റ് ഇടങ്ങളിലും പ്രധാനമായും ഈ തീരമേഖലയിലേക്ക് വരികയാണ് എങ്കിൽ അതിൽ കാപ്പാട് മേഖലയിലാണ് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അവിടെ ഭിത്തി കടലെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. അതേ തുടർന്ന് റോഡും ഇപ്പോൾ തീരദേശ റോഡും കടലെടുത്ത ഒരു ഘട്ടമാണുള്ളത്. അവിടെ താൽക്കാലികമായി ഗതാഗതം നിയന്ത്രിച്ചിരിക്കുകയാണ്. നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു ഘട്ടം കൂടിയുണ്ട്. ജില്ലയിലെ പ്രധാനപ്പെട്ട 2 വിനോദസഞ്ചാര കേന്ദ്രങ്ങളായിട്ടുള്ള കക്കയം അതുപോലെ കരയാത്തുംപാറ ഈ മേഖലയിലേക്കെല്ലാം തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി ഒരു മുന്നറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അവിടങ്ങളിലേക്ക് സഞ്ചാരികൾക്ക് പ്രവേശനമില്ല എന്നുള്ള കാര്യമാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് കോഴിക്കോട് ശാന്തിനഗർ കോളനിയിലേക്ക് ശക്തമായ കടലേറ്റത്തിൽ അവരുടെ വീടുകളിലേക്ക് വെള്ളം കയറുന്ന ഒരു ഘട്ടമുണ്ട്. അവിടെ കടൽഭിത്തിയുണ്ട്. പക്ഷേ ആ കടൽഭിത്തിയും കടന്നാണ് വെള്ളം എത്തുന്നത്. രാത്രി സമയത്താണ് വലിയ രീതിയിൽ ഉയർന്ന തിരമാല എത്തുകയും അങ്ങനെ വെള്ളം വീടുകളിലേക്ക് എത്തുന്ന ഒരു ഘട്ടമുണ്ടായത്. വലിയൊരു ആശങ്കയിലാണ് ആ പ്രദേശത്തുള്ളവർ. മലയോര മേഖലയിൽ ഇപ്പോഴും ശക്തമായ മഴ തുടരുന്നുണ്ട്. നഗരമേഖലയിൽ മഴയ്ക്ക് നേരിയ ഒരു കുറവ് വന്നിട്ടുണ്ട് എന്ന് മാത്രമാണ് ഒരു ആശ്വാസമായ കാര്യം. വേണു. ശരി, സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.